ക്രൈസ്തവ പാരമ്പര്യത്തിലെ മറ്റൊരു ആരാധനാക്രമ പാരമ്പര്യമാണ് അർമേനിയൻ ആരാധനാക്രമം. അവരുടെ വിശുദ്ധ കുർബാനയെ ബദറാഖ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബലി അല്ലെങ്കിൽ കാഴ്ച എന്നാണ്. അർമേനിയൻ ആരാധനാക്രമം പൊതുവായി വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ അനാഫോറ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനാസിയോസിന്റെ പേരിലുള്ളതാണ്. വിശുദ്ധ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന വിശുദ്ധൻ അർമേനിയൻ ജനതയെ ക്രിസ്തുമതത്തിലേക്ക് നയിക്കുകയും അർമേനിയയെ ലോകത്തിലെ ആദ്യത്തെ ക്രൈസ്തവ രാജ്യമായി മാറ്റുകയും ചെയ്തു. അർമേനിയയിലെ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ഉപയോഗിക്കുന്ന ആരാധനാക്രമവും പൊതുവായി വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ ആരാധനാക്രമം എന്നാണ് അറിയപ്പെടുന്നത്. അർമേനിയൻ സഭയുടെ തുടക്കകാലത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് കപ്പദോക്യ, അന്ത്യോക്യ തുടങ്ങിയ സഭകളോടായിരുന്നു. 4-ാം നൂറ്റാണ്ടിന് ശേഷം കോൺസ്റ്റാന്റിനോപ്പിളിലെ ബൈസിന്റിയൻ അഥവാ ഗ്രീക്ക് സഭയുമായി അർമേനിയൻ സഭയ്ക്ക് വലിയ സമ്പർക്കമുണ്ടായി. ഇതുമൂലം കുർബാനയുടെ മധ്യേ ഗായക സംഘം പാടുന്ന പല പ്രധാന ഗീതങ്ങളുടെയും ഈണവും ഘടനയും ബൈസന്റിയൻ ശൈലിയിലുള്ളതായി. കുരിശുയുദ്ധ കാലഘട്ടം ലത്തീൻ സഭയുമായുള്ള സമ്പർക്കം മൂലം അർമേനിയൻ ബിഷപ്പുമാർ തലയിൽ ധരിക്കുന്ന കിരീടം അഥവാ മൈറ്റർ പാശ്ചാത്യ ലത്തീൻ ബിഷപ്പുമാരുടേതിന് സമാനമായി. ആരാധനാക്രമത്തിൽ പൊതുവെ തിരശീല ഉപയോഗിക്കുന്ന രീതിയാണ് അർമേനിയൻ പാരമ്പര്യത്തിൽ ഉള്ളത്. ഗ്യാബർ എന്ന ഒരു പുരാതന ഭാഷയാണ് അവർ ആരാധനയിൽ ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലത്ത് പടിഞ്ഞാറൻ അർമേനിയൻ പ്രദേശങ്ങളിലും വലിയ നഗരങ്ങളിലും ഗ്രീക്കായിരുന്നു കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ആരാധന ഭാഷ. തെക്ക് കിഴക്കൻ അർമേനിയൻ പ്രദേശങ്ങളിൽ സുറിയാനിയായിരുന്നു ആരാധന ഭാഷയായി ഉപയോഗിച്ചിരുന്നത്. അർമേനിയക്കാർക്ക് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുള്ള സ്വന്തം ഭാഷയുണ്ടായിരുന്നു. അവർ പരസ്പരം സംസാരിച്ചിരുന്നതും ഈ ഭാഷയിലായിരുന്നു. എന്നാൽ അതിന് സ്വന്തമായ അക്ഷരങ്ങൾ ഇല്ലാതിരുന്നതിനാലും പള്ളികളിലും ഭരണകാര്യങ്ങളിലും ഗ്രീക്കും സുറിയാനിയും ഉപയോഗിക്കേണ്ടതായി വന്നു. AD 406 ലിപി ഉണ്ടായതോടെ അവർ അതുവരെ സംസാരിച്ചിരുന്ന തനത് ഭാഷയിൽ തന്നെ കാര്യങ്ങൾ എഴുതുവാനും വായിക്കുവാനും തുടങ്ങി. 19-ാം നൂറ്റാണ്ടിൽ ആധുനിക അർമേനിയൻ ഭാഷ രൂപപ്പെട്ടുവെങ്കിലും അർമേനിയൻ കത്തോലിക്ക സഭയിലും അർമേനിയൻ ഓർത്തഡോക്സ് സഭയിലും ആരാധനയിൽ ഗ്യാബർ ഭാഷ ഉപയോഗിക്കുന്നു. ഈ ഭാഷയുടെ ലിപി ദൈവികമായ ഒരു ഇടപെടലിലൂടെയാണ് ഉണ്ടായത് എന്ന് അവർ വിശ്വസിക്കുന്നു. അർമേനിയൻ കത്തോലിക്ക സഭയിൽ 2-ാം വത്തിക്കാൻ സുനാദോസിന് ശേഷം ആളുകൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. എന്നാൽ പ്രധാന പ്രാർത്ഥനകൾ പഴയ ആരാധന ഭാഷയിൽ തന്നെയാണ് ചൊല്ലുന്നത്. നിലവിൽ ഉപയോഗിക്കുന്ന ഏക അനാഫറ വിശുദ്ധ അത്തനാസിയോസിന്റെ അനാഫറയാണ്. 10-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെയും അർമേനിയൻ ഓർത്തഡോക്സ് സഭയിലും അർമേനിയൻ കത്തോലിക്ക സഭയിലും വിശുദ്ധ കുർബാനയ്ക്കായി ഉപയോഗിക്കുന്ന ഒരേ ഒരു ഔദ്യോഗിക കുർബാനക്രമം ഇതാണ്. 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് അർമേനിയയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതാണ് ഇത്. ഇതിലെ മനോഹരമായ ക്രിസ്തുവിജ്ഞാനീയ പ്രാർത്ഥനകൾ കാരണമാണ് ഇത് വിശുദ്ധ അത്തനാസിയോസിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അർമേനിയൻ പാരമ്പര്യത്തിലുള്ള കുർബാനയിലെ ഗാനാലാപന ശൈലി ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനവും സവിശേഷവുമായ ഒരു സംഗീത പാരമ്പര്യമാണ്.